മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മേജർ രവിയുടെ സഹോദരൻ പ്രിയപ്പെട്ട കണ്ണൻ പട്ടാമ്പിയുടെ മരണം എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു. രാവിലെ മുതൽ കേട്ടതിൽ ഏറ്റവും വലിയ ദുഃഖവാർത്തയായിട്ടായിരുന്നു പ്രേക്ഷകർ ആ വാർത്ത കണ്ടത്. സോഷ്യൽ മീഡിയ തരംഗമായി മാറിയിരുന്ന ഒരുപാട് സിനിമകളിലെ പ്രധാന റോളുകളെല്ലാം തന്നെ കൈവരിച്ചിരുന്നത് കണ്ണൻ പട്ടാമ്പി തന്നെയായിരുന്നു. പലപ്പോഴും മേജർ രവിയുമായി പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്ന് പലരും അറിയുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴും പലരും അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ മേജർ രവിയുടെ നല്ല ഛായ തോന്നിയിരുന്നുവെങ്കിലും സഹോദരങ്ങളായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായിപ്പോയി, ശരിക്കും നല്ല ദുഃഖമായിപ്പോയി എന്ന് പറയുന്നു. ആരാധകരെല്ലാവരും വളരെയധികം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു. ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കണ്ണൻ പട്ടാമ്പിയുടെ വാർത്ത കേട്ട് എല്ലാവരുടെയും കണ്ണു നനയുന്നത്. സംവിധായകനും നടനുമെല്ലാമായ മേജർ രവിയുടെ സഹോദരൻ എന്ന ലേബലിലാണ് കണ്ണനെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയമായിട്ടുള്ളത്. പുലിമുരുകൻ, പുനരധിവാസം, അനന്തഭദ്രം, ഒടിയൻ, കീർത്തിചക്ര, വെട്ടം, ക്രേസി ഗോപാലൻ, കാണ്ഡഹാർ, തംദ്ര, 12th മാൻ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമണിഞ്ഞിട്ടുണ്ട്. മേജർ രവി, ഷാജി കൈലാസ്, BK പ്രകാശ്, സന്തോഷ് ശിവൻ തുടങ്ങി നിരവധി സംവിധായകരുടെ ചിത്രങ്ങളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവാദങ്ങൾ നിറഞ്ഞ സിനിമാ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സിനിമാ നടനെ ഭീഷണിപ്പെടുത്തിയതടക്കം നിരവധി ആരോപണങ്ങളും കേസുകളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. മേജർ രവിയുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണൻ ചെയ്ത വ്യത്യസ്തമായ പെരുമാറ്റവും രീതിയും ഒക്കെയായിരുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. സഹോദരന്റെ പേര് നിരന്തരമായി കേസിലും വിവാദങ്ങളിലും ഉൾപ്പെട്ട് തുടങ്ങിയപ്പോൾ ഒരു ഘട്ടത്തിൽ മേജർ രവിയുടെ കണ്ണനെ തള്ളിപ്പറഞ്ഞു. എനിക്ക് അയാളിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു. അയാൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്നായിരുന്നു ഒരിക്കൽ കണ്ണനെക്കുറിച്ച് സംസാരിക്കവേ മേജർ രവി പറഞ്ഞത്. അപ്പോഴും കണ്ണന് പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറെ നാളായി കണ്ണനെ അലട്ടിയിരുന്നു. പ്രിയ സഹോദരന്റെ അവസാന യാത്രയ്ക്കൊന്നും കുറയാതെ മുന്നിൽ നിന്നും ചെയ്ത മേജർ രവിയാണ്. അവസാനം ചുംബനം നൽകിയ ശേഷം പൊട്ടിക്കരയുന്ന മേജർ രവിയുടെ വീഡിയോ ആണ് വൈറലായത്. വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഒരിക്കൽ കണ്ണൻ പ്രതികരിച്ചിരുന്നു. താൻ വീട്ടിൽ വെറുതെ ഇരുന്നാലും വിവാദം പാഴ്സലായി തന്നെ തേടിയെത്തുമായിരുന്നു. കണ്ണൻ അന്ന് പറഞ്ഞ വാക്കുകളാണിത്. ഒന്നും കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ലോട്ടറി അടിക്കുന്നത് പോലെ വരുന്നതാണതെല്ലാം, കൂടപ്പിറപ്പായി വരുന്ന വിവാദങ്ങൾ. വീട്ടിലിരുന്നാലും വിവാദം പാഴ്സലായി വരുന്ന ഒരു കാര്യം, നല്ലത് ചെയ്താലും വിവാദം. ജാതകം അങ്ങനെയായി പോയി. ഗുണ്ടസംഘങ്ങളുടെ മാർക്കറ്റിംഗ് അല്ല എൻ്റെ പരിപാടി. എല്ലാ 60ാം പിറന്നാൾ ആഘോഷിച്ച 1300ഓളം ആളുകൾ വീട്ടിൽ വന്നിരുന്നു. അവരിൽ ആരും സിനിമാക്കാരോ VIP-കളോ അല്ല. എൻ്റെ നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെയായിരുന്നു. ഇങ്ങനെയാണ് എനിക്ക് സൗഹൃദം എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കുന്നുണ്ട്. ആ സിനിമയിലെ കുറച്ച് ഭാഗം കോളനിയിൽ ഷൂട്ട് ചെയ്തതാണ്, അല്ലാതെ സെറ്റിട്ടതല്ല. അവിടുത്തെ ഗുണ്ടകളാണ് ആ ലൊക്കേഷൻ സീനുകൾക്ക് മുഴുവൻ അഭിനയിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഗുണ്ടകളെന്ന് മറ്റുള്ളവർ പറയും, എനിക്കവർ സുഹൃത്തുക്കളാണ്. അവർക്കൊപ്പം ഞാൻ സിനിമയ്ക്ക് വരെ പോയിട്ടുണ്ട്. സിനിമ കണ്ട് അവർ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മനസ്സിലൊന്നുമില്ല. സാഹചര്യം കൊണ്ട് ഗുണ്ടകളായവരാണ്. സിനിമാക്കാരനായതുകൊണ്ട് പലരുമായി എനിക്ക് കോൺടാക്റ്റ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.